നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈവൺ ഓഡ് ഫംഗ്ഷൻസ് ആണ്. ഈവൺ ഫംഗ്ഷനും ഓഡ് ഫംഗ്ഷനുമാണ്. ഈ ഈവൺ ഓഡ് ഫംഗ്ഷൻസിന് ഫൊറിയർ സീരീസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് പല സ്റ്റെപ്പുകളും എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളായ കാര്യമാണ്. അപ്പൊ ഒരു ഫംഗ്ഷൻ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫൊറിയർ സീരീസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം, ഈവൺ ഫംഗ്ഷൻ എപ്പോഴാണ് നമ്മളൊരു ഫംഗ്ഷനെ ഈവൺ എന്ന് പറയാം. ഒരു ഫംഗ്ഷനെ നമ്മൾ എപ്പോഴാണ് ഈവൺ എന്ന് പറയാം. ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നാല് എന്ത് ചെയ്യാണ്, ആ ഫംഗ്ഷനില് നമ്മൾ എക്സ് റീപ്ലേസ് ചെയ്തിട്ട് മൈനസ് എക്സ് കൊടുത്താൽ, എക്സ് റീപ്ലേസ് ചെയ്ത് മൈനസ് എക്സ് കൊടുത്താൽ എഫ് ഓഫ് എക്സ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് നമ്മൾ എന്താ പറയാ, ഈവൺ ഫംഗ്ഷൻ എന്നാ പറയാ. ഒരു ഫംഗ്ഷനിൽ എക്സ് റീപ്ലേസ് ചെയ്ത് മൈനസ് എക്സ് കൊടുത്താൽ അതേ ഫംഗ്ഷൻ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് നമ്മൾ എന്താ പറയാ, ഈവൺ ഫംഗ്ഷൻസ് ആണെന്ന് പറയാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. എക്സാമ്പിള് ഇപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കുക. ഇതൊരു ഈവൺ ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. എങ്ങനെയാ വരിക, നമ്മളിവിടെ എഫ് ഓഫ് എക്സില് മൈനസ് എക്സ് കൊടുത്തു. അപ്പൊ ഇവിടെ എന്താ വരിക, മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, എക്സ് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സിന് എഴുതാൻ പറ്റും. ഇതെന്താണ്, ഒരു ഈവൺ ഫംഗ്ഷൻ ആണ്. എക്സ് റേസ് ടു 4 ഒരു ഈവൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലെ കോസ് എക്സ് എന്താണ്, ഈവൺ ഫംഗ്ഷൻ ആണ്. കാരണം കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, കോസ് എക്സ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് കോസ് എക്സ്, കോസ് എൻ എക്സ്, കോസ് 2x, കോസ് 3x അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും എന്താണ്, ഈവൺ ഫംഗ്ഷൻസ് ആണ്. കോസിന്റെ എല്ലാ ടേമിൽ വരുന്ന ആൾക്കാരും എന്താണ് ഈവൺ. പക്ഷെ കോസ് എക്സ് ക്യൂബ് ആയാലും ഈവൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, കോസ് എക്സ് സ്ക്വയർ ആയാലും എന്താണ്, ഈവൺ ഫംഗ്ഷൻ. അപ്പൊ കോസ് എക്സ് എന്താണ്, ഈവൺ ഫംഗ്ഷൻ ആണ്. കോസ് എൻ എക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഈവൺ ഫംഗ്ഷൻ ആണ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയ കാര്യമാണ്. ഇനി ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മള് ഓഡ് ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിലാണ് നമ്മൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ എന്ത് പറയാ, ഓഡ് ഫംഗ്ഷൻ. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കണം, മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പൊ നമുക്ക് നോക്കാം, എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിള് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എക്സ് എന്ന് ഞാൻ എടുത്തു. ഇപ്പൊ എന്ത് വരും, എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് റീപ്ലേസ്ഡ് ബൈ മൈനസ് എക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് ആ ഈ എക്സ് മാത്രം എടുക്കുകയാണെങ്കിൽ ആരാണ്, എഫ് ഓഫ് എക്സ് ആണ്. ഇപ്പൊ എന്താ കിട്ടിയിരിക്കുന്നത്, എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഓഡ് ഫംഗ്ഷൻ ആണ്. അതുപോലെ എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഓഡ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താണ്, എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ ഓഫ് മൈനസ് എക്സ് ആണ്. അതെന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. ഇതെന്താണ്, ഓഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈവൺ ഫംഗ്ഷൻ, അതുപോലെ എന്താണ്, ഓഡ് ഫംഗ്ഷൻ. അപ്പൊ ഈവൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ഈവൺ ഫംഗ്ഷൻ എന്ന് പറയും. അതുപോലെ എന്താണ്, ഇതിനെ നമ്മൾ എന്ത് പറയും, ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓഡ് ഫംഗ്ഷനെയും ഈവൺ ഫംഗ്ഷനെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മള് എന്ത് ചെയ്യുന്നു, ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്നു. രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഇത് രണ്ടും എന്താണ്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ ഈവൺ. ഇത് രണ്ടും എന്താണ്, ഈവൺ ഫംഗ്ഷൻ ആണ്. രണ്ട് ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. ഓക്കെ, നമ്മൾ അതിന് നമ്മൾ എന്തെടുക്കുന്നു, ഒരു y എന്ന് പറഞ്ഞെടുക്കുന്നു, പ്രൊഡക്റ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എക്സ് ഈവൺ ഫംഗ്ഷൻ ആണ്, ജി ഓഫ് എക്സ് എന്താണ്, ഈവൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് റീപ്ലേസ് ചെയ്ത് മൈനസ് എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, എച്ച് ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ പ്രൊഡക്റ്റ് ഈവൺ ആണോ ഓടാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് ഫംഗ്ഷൻസ് ഈവൺ ആണ്, അതിന്റെ പ്രൊഡക്റ്റ് ഈവൺ ആണോ ഓടാണോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എച്ച് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, എഫ് ഓഫ് മൈനസ് എക്സ് ഇൻറ്റു എന്താണ്, ജി ഓഫ് മൈനസ് എക്സ് ആണ്. ഇനി എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്, എഫ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് വരും, എഫ് ഓഫ് എക്സ് തന്നെ വരും.
ഇനി ജി ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ് ജി ഓഫ് എക്സ്. എന്തുകൊണ്ടാ ജി ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട്. അപ്പൊ എന്ത് കിട്ടുന്നുണ്ട്, ഈ സാധനം എന്ന് പറഞ്ഞാൽ ആരാ എച്ച് ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എച്ച് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എച്ച് ഓഫ് എക്സ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യും, രണ്ട് ഈവൻ ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് എന്താണ് ഈവൻ ഫംഗ്ഷൻ ആണ്. രണ്ട് ഈവൻ ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് എന്താണ് ഈവൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇനി അതുപോലെ രണ്ട് ഓഡ് ഫംഗ്ഷൻ എടുക്കുന്നത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എന്താണ് ഓടാണ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഓട് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ആരാണ് മൈനസ് എഫ് ഓഫ് എക്സ്. അതുപോലെ എന്താണ് ജി ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ആരാണ് മൈനസ് ജി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, എച്ച് ഓഫ് എക്സ് നമ്മൾ എടുക്കുന്നു ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഡക്റ്റ് ആരാണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൺ ആണോ ഓടാണോ. അപ്പൊ എന്ത് വരും, എച്ച് ഓഫ് മൈനസ് എക്സ്. അപ്പൊ എന്ത് വരും, ഇവിടെ കൊടുക്കണം. അപ്പൊ എന്ത് വരും, എക്സ് ഓഫ് മൈനസ് എക്സ് ജി ഓഫ് മൈനസ്. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, ഈ എച്ച് ഓഫ് എക്സ് ഇത് പ്രൊഡക്റ്റ് ചെയ്ത ഈ രണ്ട് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ചെയ്ത ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൺ ആണോ ഓടാണോ നോക്കുന്നത്. ഓക്കെ, ഇനി അത് നോക്കാൻ എന്ത് ചെയ്താൽ എക്സ് റീപ്ലേസ് ചെയ്ത് മൈനസ് എക്സ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യണം, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇനി എന്താണ് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. ജി ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ എന്ത് വരും, ഇത് രണ്ടും പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പൊ എന്ത് കിട്ടി, ഇതാരാ എച്ച് ഓഫ് എക്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എച്ച് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി എച്ച് ഓഫ് എക്സ്. എപ്പോ ആ രണ്ട് ഫംഗ്ഷൻസും എന്താണ് ഓടാവുമ്പോ. അപ്പൊ നമുക്ക് കിട്ടിയ കാര്യം എന്താണ്, ഫംഗ്ഷൻസ് രണ്ടും ഈവൺ ആവുമ്പോ അതിന്റെ പ്രൊഡക്റ്റ് എന്താണ് ഈവൺ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻസ് രണ്ടും ഓടാവുമ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എന്താണ് ഈവൺ ആണ്. അപ്പോ ഈവൺ ആണെങ്കിൽ രണ്ട് ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ് ഈവൺ ഫംഗ്ഷൻ തന്നെയാണ്. രണ്ട് ഫംഗ്ഷനും ഓടാണെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റ് എന്ത് തന്നെയാണ് ഓടല്ല ഈവൺ ആണ്. ഓക്കെ, ഇപ്പൊ രണ്ടാളും ഈവൺ ആണെങ്കിൽ പ്രൊഡക്റ്റ് എന്താണ് ഈവൺ, രണ്ടാളും ഓടാണെങ്കിൽ പ്രൊഡക്റ്റ് എന്താണ് ഓട്. എന്തുകൊണ്ടാ രണ്ട് നെഗറ്റീവ് കൂടി. ഇനി എന്ത് ചെയ്യുന്നു, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓട്. എഫ് ഓഫ് എക്സ് ഓട് എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അതുപോലെ എന്താണ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈവൺ. ജി ഓഫ് എക്സ് ഈവൺ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ജി ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക മൈനസ് ജി ഓഫ് എക്സ്. ഓക്കെ, ഇനി ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഡക്റ്റ് ഞാൻ എടുക്കുന്നു. എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി ജി ഓഫ് എക്സ് ഈവൺ ആണ്. അപ്പൊ എന്ത് വരും, ജി ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന്. ഇത് ഓടാണ്, അതുകൊണ്ട് ഇങ്ങനെ കിട്ടി. ഇനി എന്താണ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഇനി ഈ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഓടാണോ ഈവൺ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് എന്താണ് എച്ച് ഓഫ് മൈനസ് എക്സ്. അപ്പൊ എന്ത് വരും, എഫ് ഓഫ് മൈനസ് എക്സ് ഇൻറ്റു ജി ഓഫ് മൈനസ് എക്സ്. അപ്പൊ എന്താണ് എഫ് ഓഫ് എക്സ് ഓഡ് ആയതുകൊണ്ട് എന്ത് വരും മൈനസ് എഫ് ഓഫ് എക്സ് വരും. ഇനി ജി ഓഫ് എക്സ് ഈവൺ ആയതുകൊണ്ട് ജി ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇത് എന്ന് പറഞ്ഞാൽ ആരാ എച്ച് ഓഫ് എക്സ് ആണ്. അപ്പൊ എന്ത് കിട്ടി മൈനസ് എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടി. അപ്പൊ എന്ത് വരുന്നുണ്ട്, ഇത് ആരാണ് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്താ ഒന്ന് ഓടും ഒന്ന് ഈവണോ ആണെങ്കിൽ എന്താ കിട്ടുന്നത്, അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓഡ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്, രണ്ട് ഫംഗ്ഷൻസ് ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എന്താണ് ഈവൺ ആണ്. രണ്ട് ഫംഗ്ഷൻസ് ഓഡ് ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എന്താണ് ഈവൺ ആണ്. പക്ഷെ എന്താണ് അവർ രണ്ടും എന്താണ് ഡിഫറെന്റ് ആണെങ്കിൽ, ഒന്ന് ഓടും ഒന്ന് ഈവണോ ആണെങ്കിൽ എന്താണ് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ അകത്ത് മനസ്സിലാക്കിയത്. ഈ കാര്യങ്ങൾ നമ്മൾ അധികം ഫൊറിയർ സീരീസ് എക്സ്പാൻഷനിലേക്ക് കൊടുക്കാനാണ് പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈവണും ഓഡ് ഫംഗ്ഷന്റെയും പ്രോപ്പർട്ടീസ് നോക്കാം. ഇന്റഗ്രേഷൻ വരുമ്പോഴുള്ള പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈവൺ, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈവൺ, നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. എന്താണ് ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഒരു ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ മൈനസ് എ ടു ഇ, അതായത് സെയിം ലിമിറ്റ്, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് 2 ഇൻറ്റു 0 ടു ഇ. അതായത് എന്ത് ചെയ്താൽ മതി, 0 ടു എ കണ്ടുപിടിച്ചിട്ട് ഡബിൾ ചെയ്താൽ മതി എന്നുള്ളതാണ് എന്ത് ഇതിന്റെ റൂൾ. ഇതിന്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ അത് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് പറയാത്തത്. എന്താണ് ഈവൺ ഫംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു ആക്സിസിന്റെ സിമെട്രി ആയിരിക്കും, ഇതുപോലെയായിരിക്കും. അപ്പൊ ശരിക്കും നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ ആണ് നമ്മൾ കാണുന്നത്. അപ്പോ എന്ത് ചെയ്യാണ്, മൈനസ് എ തൊട്ടിട്ട് എ വരെയുള്ള ഏരിയ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് വരും, ഈ ഏരിയ ആണ് നമുക്ക് ഫുൾ ആയിട്ട് കാണേണ്ടത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, 0 ടു എ തൊട്ട് വരെയുള്ള ഏരിയ കണ്ടിട്ട് അതിന് എന്ത് ചെയ്താൽ മതി, ഡബിൾ ചെയ്താൽ മതി എന്നാണ് റിസൾട്ട്. അതുകൊണ്ടാണ് ഈ ഫോർമുല ഇങ്ങനെ വന്നത്. ഓക്കെ,
അപ്പൊ എന്താണ് ഫോർമുല? മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു ഇന്റഗ്രൽ എ ടു 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതാണ് ഫോർമുല. അതുപോലെ നെക്സ്റ്റ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഓഡ്, എഫ് ഓഫ് എക്സ് എന്താണ്? ഓഡ് ആണെങ്കിൽ എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ എന്താണ്? ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, ഇവിടെയുള്ള ഈ ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ, ഇതിനുള്ളിൽ ഇന്റഗ്രേഷനുള്ളിൽ വരുന്ന ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ മൈനസ് എ ടു എ, അതായത് ഇതിന് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വരും. അതേ സാധനം അതേ നമ്പർ നെഗറ്റീവ് വരുന്നതിന്റെ എന്താണ്? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? 0 ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് എവിടെ ഉപകാരപ്പെടും? ഫോറിയർ സീരീസിൽ ഉപകാരപ്പെടും. കാരണം ഫോറിയർ സീരീസിൽ മൈനസ് പൈ ടു പൈയില് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താണ്? ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ടു പൈ ആണ്. മൈനസ് എ ടു എ അതുപോലെ മൈനസ് പൈ ടു പൈ ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്? ഫോറിയർ സീരീസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താണ്? വി ഹാവ് എ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? a0/2 പ്ലസ് summation n equal to 1 to infinity an cos nx plus bn sin nx എന്ന് പറയുന്നതാണ് എന്ത്? ഫോർമുല എന്ന് പറയുന്നത് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. ഇതിൽ a0 an bn ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ തന്നിരിക്കുന്നത്, നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആണ് നമ്മൾ കാണുക. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൺ ആയാൽ എന്താണെന്ന് നോക്കാം. അപ്പൊ എന്താണ്? ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈവൺ, എഫ് ഓഫ് എക്സ് ഇസ് ഈവൺ, എഫ് ഓഫ് എക്സ് ഈവൺ ആണെങ്കിൽ എന്താ വരുക? നമ്മളുടെ എ നോട്ട് എന്തായിട്ട് മാറും? എ നോട്ട് ഇസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? 1/π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. ഇതെന്തായിട്ട് മാറും? ഈ ഫോർമുല നമ്മള് ഇതായിരുന്നു ഫോർമുല. എ നോട്ട് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 0 ടു എ കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1/π എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2/π ഇൻറ്റു എന്താണ്? ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഉള്ളത് 0 ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിട്ട് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് പൈ ടു പൈ കാണേണ്ട ആവശ്യമില്ല, 0 ടു പൈ കണ്ടാൽ മതി. ഓക്കെ, ഇനി അതേപോലെ തന്നെ എ എന്ന് വരുമ്പോൾ എന്താ വരിക? എ എൻ ഇസ് ഈക്വൽ ടു എന്താണ്? എ ന്റെ ഫോർമുല എന്താ? 1/π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താണ്? കോസ് എൻ എക്സ് ആണ്, ഡി എക്സ് ആണ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഈവൺ ഫംഗ്ഷൻ ആണ്. കോസ് എൻ എക്സ് എന്താണ്? ഈവൺ ഫംഗ്ഷൻ ആണെന്ന് നമ്മള് എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈവൺ ഫംഗ്ഷൻ പറയുന്ന സമയത്ത് കോസ് എൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൺ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലും പ്രീവിയസ് ഇയർ അല്ലാണ്ട് പ്ലസ് ടുലൊക്കെ ആയിട്ട് പഠിച്ചതാണ്. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൺ ഫംഗ്ഷൻ ആണ്. ഈ കാര്യം നമ്മൾ പ്ലസ് ടു പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? കോസ് എൻ എക്സ് എന്ന് പറയുന്നത് ഈവൺ ആണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എന്താണ്? ഈവൺ ആണ്. അപ്പൊ എന്താ വരുന്നത്? രണ്ട് ഈവൺ ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ്. രണ്ട് ഈവൺ ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ഈവൺ ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് എന്താണ്? ഈവൺ ആണ്. അപ്പൊ ഈ അകത്ത് വരുന്ന ഈ മുഴുവനായിട്ടുള്ള ആൾക്കാർ കംപ്ലീറ്റ് എന്താണ്? ഈവൺ ആണ്. അതിനെ വേണേ നമുക്ക് എന്ത് ചെയ്യാം? എച്ച് ഓഫ് എക്സ് എന്നൊക്കെ വിളിക്കാം. അപ്പൊ എന്താണ്? ഇത് ഈവൺ ആണ്. അപ്പൊ എന്ത് വരും? ഇവിടെ എന്താ പറയുന്നത്? ഇന്റഗ്രൽ മൈനസ് എ ടു എ, ഇതിനുള്ളിൽ വരുന്ന ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ, ആ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ എന്റെ ഫോർമുല എന്തായിട്ട് മാറും? 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് എന്നായിട്ട് മാറും. എ എൻ. അപ്പൊ എന്ത് ചെയ്യാം? എ ന്റെ ഫോർമുല ഇനി നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? ഇത് യൂസ് ചെയ്താൽ മതി. എപ്പോ? ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഈവൺ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. അതുപോലെ എന്താണ്? എ നോട്ടിന്റെ ഫോർമുല ഇതാണ്. ഇനി എന്ത് വരും? ബി എൻ എന്ന് പറഞ്ഞ ഫോർമുല എന്താ വരിക? ബി എൻ ഇസ് ഈക്വൽ ടു നമുക്കറിയാം. ബി എൻ എന്താണ്? 1/π ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ആണ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയേ, എഫ് ഓഫ് എക്സ് എന്താണ്? ഈവൺ ഫംഗ്ഷൻ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് ഈവൺ ആണെങ്കിൽ എന്ത് വരും? സൈൻ എക്സ് നമുക്കറിയാം എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. സൈൻ എൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഒരു ഈവൺ ഫംഗ്ഷനും ഒരു ഓഡ് ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓഡ് ഫംഗ്ഷനും ഒരു ഈവൺ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ആൻസർ എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ഒരു ഈവൺ ഫംഗ്ഷനും ഒരു ഓഡ് ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്താണ്? ഓഡാണ്.
ഇനി എന്താണ് രണ്ട് ഈവൻ ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ഈവൺ ആണ്, രണ്ട് ഓഡ് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ഈവൺ ആണ്. പക്ഷെ എന്താണ് ഒന്ന് ഈവണും ഒന്ന് ഓടും ആണെങ്കിൽ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഓവറോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഓവറോൾ ഫംഗ്ഷൻ നമുക്ക് h of x എന്ന് വിളിക്കാതെ എന്താണ് അതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് എന്താണ് ഓടാണ്. ഓക്കെ, ഇത് ഓടാണെങ്കിൽ എന്താ പറയുന്നത്, ഒരു ഇന്റഗ്രേഷൻ അകത്ത് -a to a ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓടാണെങ്കിൽ അതിന്റെ ആൻസർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് വരും, bn equal to എന്താണ് 0 ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഒരു ഫൊറിയർ സീരീസ് കാണാൻ തന്ന ഒരു ഫംഗ്ഷന്റെ ഫൊറിയർ സീരീസ് കാണാൻ തന്നു കഴിഞ്ഞാല് ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ ആരൊക്കെ മാത്രമേ ഉണ്ടാവൂ, a0ഉം an മാത്രമേ ഏതിലുണ്ടാവൂ, നമ്മുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാവും, bn ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനിൽ ആരുണ്ടാവില്ല, ഈ ഭാഗം ഉണ്ടാവില്ല, ഇത് എന്തായിട്ട് മാറും 0 ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്തായിരിക്കും, f of x എന്ന് പറയുന്നത് എന്താ വരിക, f of x is equal to എന്താണ് a0/2 plus summation n equal to 1 to infinity an cos nx. an cos nx ആണ്. ആരുണ്ടാവില്ല, bn ന്റെ ഈ ഭാഗവും ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കിയേ എന്താണ് ഇവിടെ a0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ലിമിറ്റ് ഒക്കെ കൊടുത്താൽ കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു നമ്പർ ആണ്. ഓക്കെ, അതുപോലെ an എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്ന ഒരു നമ്പർ ആയിരിക്കും ആര് an എന്ന് പറയുന്നത്. പിന്നെ ആരാ ഉള്ളത്, cos nx. അപ്പൊ ഈ എക്സ്പാൻഷനിൽ അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രിഗ്നോമെട്രിക് സീരീസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. രണ്ട് sin x ന്റെയും cos x ന്റെയും ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സ്പാൻഷൻ ആണ്. തന്നിരിക്കുന്ന ഏതൊരു ഫംഗ്ഷനെയും എന്താണ് sin x ന്റെയും cos x ന്റെയും ടേമിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. ഇവിടെ എന്താണ് ഒരു ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ ആ എക്സ്പാൻഷനിൽ ആര് മാത്രമേ ഉണ്ടാവൂ, cos x മാത്രമേ ഉണ്ടാവും, ആരുണ്ടാവില്ല, sin x ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈ എക്സ്പാൻഷൻ എന്ത് വിളിക്കാം, കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ വിളിക്കാം. കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ എപ്പോഴാ കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ വരിക, ഒരു ഫംഗ്ഷൻ -πന്റെയും πന്റെയും ഇടയിൽ ഡിഫൈൻ ചെയ്ത ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ അത് നമ്മൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാത്രമേ ഉണ്ടാവും, അതിലുള്ള ടേമുകൾ ആര് മാത്രമാണ്, കോസിലുള്ള ടേമുകൾ, കൊസൈൻ ഫംഗ്ഷൻ മാത്രം ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ടേമുകളായിരിക്കും. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും, സാധാരണ ഇവണോടൊന്ന അല്ലെങ്കിൽ എന്ത് വരും, അത് സൈനും കോസും ഉള്ള എക്സ്പാൻഷൻ ആണ് വരിക. പക്ഷെങ്കിൽ ഇവിടെ എന്താ വരുന്നത്, ഇവിടെ ഒരു ഫംഗ്ഷൻ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ -πന്റെയും πന്റെയും ഇടയിൽ ഡിഫൈൻ ചെയ്ത് അത് 2π പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതെന്താണ് ഈവൺ ഫംഗ്ഷനും ആണെങ്കിൽ എന്ത് വരും, ആ ഫംഗ്ഷൻ ബാക്കിയെല്ലാം എന്റെ ഡെഫിനേഷനിൽ പറയുന്നതാണ്, ആ ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ അതിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനിൽ ആര് മാത്രമേ ഉണ്ടാവും, cos x മാത്രമേ ഉണ്ടാവും. അപ്പൊ എന്താണ് ഈ സീരീസിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, കൊസൈൻ സീരീസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്തായിരിക്കും, കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ കാര്യം നമ്മൾ ആലോചിക്കണം, ഒരു ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ ആര് മാത്രമേ ഉണ്ടാവും, a0 -πന്റെയും πന്റെയും ഇടയിലാണ്. ഓക്കെ, അപ്പൊ എന്ത് വരും, a0ഉം an മാത്രമേ ഉണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്, കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയാറുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഓട് വരുമ്പോഴെന്താണെന്ന്, ഇനി ഫംഗ്ഷൻ ഓടാണെങ്കിൽ എന്താ വരിക, ഇഫ് ആ നമുക്ക് ഫൊറിയർ സീരീസ് കാണേണ്ട ഫംഗ്ഷൻ f is odd, ആ ഫൊറിയർ സീരീസ് കാണേണ്ട ഫംഗ്ഷൻ എന്താണ്, ഓടാണെങ്കിൽ എന്ത് വരും, ഓടാണെങ്കിൽ if f of x is odd, f of x ആ നമുക്ക് ഫൊറിയർ സീരീസ് കാണാൻ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഓടാണെങ്കിൽ എന്ത് വരും, നമുക്കൊന്ന് നോക്കാം. a0 എന്ന് പറഞ്ഞാൽ എന്താ വരിക, a0 ഡെഫിനിഷൻ എന്താണ്, 1/π into integral -π to π എന്താണ് f of x into dx ആണ്. ഇതിൽ എന്ത് വരും, f of x ഓടാണ്. f of x ഓടാണെങ്കിൽ എന്താണ്, ഇന്റഗ്രൽ -a to a f of x dx എന്ന് പറയുന്നത് അതിന്റെ ആൻസർ 0 ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും, a ന്റെ സ്ഥാനത്ത് ആരാ, പൈ ആണ്. അപ്പൊ എന്ത് വരും, -π to π f of x dx എന്ന് പറയുന്നതിന്റെ ആൻസർ എന്താണ്, 0. അപ്പൊ a0 ന്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഓക്കെ, ഇനി a എന്താ വരിക, a എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 1/π into integral -π to π f of x into cos nx dx ആണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, cos nx ഫിക്സഡ് ആണ്, അത് ആരാണെന്ന് നമുക്കറിയാം, ഈവൺ ഫംഗ്ഷൻ ആണ്. നമുക്കറിയുന്നതാണ് കോസ് ഈവണും സൈൻ എന്താണ്, ഓടുമാണ്. അപ്പൊ ഇതെന്താണ്, ഈവൺ ഫംഗ്ഷൻ ആണ്. ഇനി ഈ f of x എന്ന് പറഞ്ഞാൽ എന്താണ്, ഓടാണെങ്കിൽ എന്ത് വരും, ഇവരുടെ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ഒരു ഓഡ് ഫംഗ്ഷന്റെയും ഒരു ഈവൺ ഫംഗ്ഷന്റെയും മൾട്ടിപ്പിൾ. ഒരു ഓഡ് ഫംഗ്ഷനും ഈവൺ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പുതിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ എന്ത് വരും, ഇത് മൊത്തമായിട്ട് എന്താണ്, ഓടാണ്. അപ്പൊ ഒരു ഓഡ് ഫംഗ്ഷനാ ഇന്റഗ്രൽ -π to π അല്ലെങ്കിൽ -a to a ഇന്റഗ്രേറ്റ് ചെയ്ത അതിന്റെ ആൻസർ എന്താണ്, 0 ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അപ്പൊ എന്ത് വരും? ഇതിന്റെ ആൻസർ എന്താണ്? 0 ആണ്. വളരെ സിമ്പിൾ ആണ്. ഒരു ഫംഗ്ഷൻ ഓടായിട്ട് കിട്ടുന്നതാണ് നമുക്ക് നല്ലത്. കാരണം എന്ത് എ നോട്ടും എ നും 0 ആണ്. ഡയറക്റ്റ് എന്ത് ചെയ്യാ എഴുതാൻ പറ്റും. എ നോട്ടും എ നും എന്താണ്? 0 ആണ്. അപ്പൊ എന്ത് വരും? bn എന്താണ്? bn എന്താണ്? 1/π ഇൻറ്റു ഇന്റഗ്രൽ -π to π എന്താണ്? f of x ഇൻറ്റു sin nx dx ആണ്. ഇനി ഇതിലെന്താണ്? sin nx എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് അറിയാം. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവരുടെ ഈ മൾട്ടിപ്പിൾ, ഈ രണ്ടും മൾട്ടിപ്ലൈ ചെയ്താലുള്ള ഓവറോൾ ഫംഗ്ഷൻ, അതിനല്ലേ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത്. ഈ ഓവറോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൺ ആയിരിക്കും. രണ്ട് ഈവൺ ഫംഗ്ഷന്റെ മൾട്ടിപ്പിൾ ഈവൺ ആണ്, രണ്ട് ഓഡ് ഫംഗ്ഷന്റെ മൾട്ടിപ്പിൾ എന്താണ്? ഈവൺ ആണ്. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇത് ഈവൺ ആണ്. ഈവൺ ആണെങ്കിൽ എന്താ ആൻസർ? ഈവൺ ആണെങ്കിൽ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity ആണ്. അപ്പൊ എന്ത് വരും? ഇവിടെ എന്ത് വരും? 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to π f of x into sin nx dx. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താ വരിക? ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ത് വരും? ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് എന്താ വരിക? എ നോട്ട് ഇല്ല, എ നോട്ട് 0 ആണ്, ഇതും 0 ആണ്. അപ്പൊ എന്ത് വരും? സമ്മേഷൻ n equal to 1 to infinity bn sin nx ആണ്. bn sin nx ആണ്. അപ്പൊ നമ്മളൊരു ഫംഗ്ഷന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ കാണാൻ വേണ്ടി തന്നാൽ ആ ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ അതിനകത്ത് ആര് മാത്രമേ ഉണ്ടാവൂ? സൈനിലുള്ള ടേം മാത്രമേ ഉണ്ടാവും. സൈൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയ സൈൻ എക്സിന്റെ എന്താണ്? ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. സൈൻ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സൈൻ സീരീസ് എന്ന് വിളിക്കാം. സൈൻ സീരീസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ എന്താണ്? അത് സൈൻ സീരീസും, ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ അതെന്താണ്? കൊസൈൻ സീരീസും ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അതുപോലെ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ഫൊറിയർ കൊസൈൻ സീരീസ് നമുക്കൊന്ന് എടുത്ത് എഴുതാം. ഫൊറിയർ കൊസൈൻ സീരീസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? -π to πയിൽ ഡിഫൈൻ ചെയ്ത 2π പീരിയോഡിക് ഫംഗ്ഷൻ എന്താണ്? ഈവൺ ആണെങ്കിൽ, ആ ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ അതിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? കൊസൈൻ സീരീസ് ആണ്. എന്ത് വരും? a0/2 പ്ലസ് സമ്മേഷൻ n equal to 1 to infinity an cos nx ആണ്. ഇനി a0 എന്ന് പറഞ്ഞാൽ എന്താ? a0 എന്ന് പറഞ്ഞാല് 2/π നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. 2/π ഇൻറ്റു എന്താണ്? 0 to a f of x dx ആണ്. അതുപോലെ എന്താണ്? a എന്ന് പറഞ്ഞാൽ എന്താണ്? 2/π ഇൻറ്റു ഇന്റഗ്രൽ 0 to a അല്ല, സോറി, 0 to π 0 to π f of x ഇൻറ്റു cos nx dx ആണ്. ഇപ്പൊ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? -π to π ഉള്ള ഇന്റർവെല്ലില് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു 2π പീരിയോഡിക് ഫംഗ്ഷൻ ഈവൺ ആണെങ്കിൽ അതിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഇതാണ്. ഇതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഫൊറിയർ കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ, എ നോട്ടും എ എൻ ബി എൻ ഉണ്ടാവില്ല. ഇനി അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഫൊറിയർ സൈൻ സീരീസ് എടുത്ത് എഴുതാം. ഫൊറിയർ സൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ ഇന്റർവൽ -π to π, -π to πയില് ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2π പീരിയോഡിക് ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ, 2π പീരിയോഡിക് ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ അതിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ n equal to 1 to infinity bn sin nx ആണ്. ഓക്കെ, ഇതിൽ bn എന്താണ്? bn is equal to 2/π into integral 0 to π എന്താണ്? f of x into sin nx dx ആണ്. ഇതാണ് എന്ത്? ഇതിലുള്ള സൈൻ സീരീസ് ആണ്. അപ്പൊ ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രമേ കാണുള്ളൂ? bn കണ്ടിട്ട് ഇത് ചെയ്താൽ മതി. ബാക്കി രണ്ടും എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി 0. ഓക്കെ, ഫൈൻഡ് ദ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. Find the Fourier series expansion of f of x is equal to x in എന്താണ്? -π to π, f of x plus 2π is equal to എന്താണ്? f of x. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫംഗ്ഷൻ 2π പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എവിടെയാണ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് ചെക്ക് ചെയ്യുന്നു, ഇത് ഈവൺ ആണോ ഓഡ് ആണോ എന്നുള്ളത്
ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് ഗിവൺ ഫംഗ്ഷൻ ഗിവൺ f of x is equal to എന്താണ് x ആണ്. ഗിവൺ ഫംഗ്ഷൻ f of x is equal to x ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും f of minus x. അപ്പൊ എന്താ വരിക മൈനസ് എക്സ് എന്ന് പറയാം. x റീപ്ലേസ്ഡ് ബൈ മൈനസ് എക്സ്. ഇനി എന്താണ് x എന്ന് പറഞ്ഞാൽ f of x ആണ്. അപ്പൊ എന്ത് കിട്ടും f of x. അപ്പൊ എന്താ കിട്ടുന്നത് f of minus x is equal to എന്താണ് മൈനസ് f of x ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് എന്ത് ഓഡ് ഫംഗ്ഷൻ. അപ്പൊ എന്ത് വരും therefore given f of x is odd. given f of x is odd. ഇനി എന്താണ് ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ മൈനസ് പൈന്റി പൈന്റി ഇടയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2π പീരിയോഡിക് ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ ആരൊക്കെ സീറോ ആയിരിക്കും a നോട്ടും സീറോ ആയിരിക്കും a നും സീറോ ആയിരിക്കും. a നോട്ടും സീറോ ആയിരിക്കും a നും സീറോ ആയിരിക്കും. ആര് മാത്രമേ ഉണ്ടാവൂ bn മാത്രമേ ഉണ്ടാവും. അപ്പൊ bn മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമ്മളുടെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് സൈൻ സീരീസ് ആണ്. അപ്പൊ എന്താ പറയാ therefore Fourier series expansion is and therefore Fourier series expansion is എന്താണ് Fourier sine series. Fourier sine series ആണ്. അപ്പോൾ വരും therefore f of x is equal to എന്താണ് a നോട്ടും ഇല്ല a നും ഇല്ല. അപ്പോൾ എന്താണ് summation n equal to 1 to infinity bn sin nx ആണ്. ഇനി bn എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു bn നമ്മൾ ഫോർമുല എഴുതിയതാണ് 2/π into integral 0 to pi. 0 to pi ആണ് minus pi to pi അല്ല 0 to pi എന്താണ് f of x into sin nx dx ആണ്. അപ്പൊ നമ്മൾ ആരെ കണ്ടുപിടിക്കണം ആരെ കാണണം bn കാണണം. ഓക്കെ ആരെ കാണണം bn ആണ്. അപ്പൊ bn എന്താ വരിക bn is equal to 2/π into integral 0 to pi എന്താണ് f of x ആരാണ് x ആണ് x into sin nx dx ആണ്. x into nx dx. ഇവിടെ എന്താണ് രണ്ട് ഫംഗ്ഷൻസ് ആണ്. പ്രൊഡക്റ്റ് റൂൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഒന്ന് അല്ലെ ഇനി നോക്കേണ്ട ആവശ്യമില്ല കാരണം ഓടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതിയത്. അപ്പൊ ഇതെന്താണ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഓർഡർ കറക്റ്റ് ആണ്. ഓർഡർ ഏതാണ് I late എന്ന് പറയുന്നതാണ് ഓർഡർ. I late എന്ന് പറയുന്ന ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും ഇൻവേഴ്സ് ലോഗരിതമിക് ആൾജിബ്രായിക് ട്രിഗ്നോമെട്രിക് എക്സ്പോണൻഷ്യൽ. ട്രിഗ്നോമെട്രി ഇവിടെ എന്താണ് ആൾജിബ്രായിക് ആണ് ഇത് ട്രിഗ്നോമെട്രിക് ആണ്. ഓർഡർ കറക്റ്റ് തന്നെയാണ്. ഓക്കെ ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്താൽ എന്ത് വരും 2/π into എന്താണ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ് സൈൻ nx dx. പിന്നെ എന്ത് വരും 0 to pi എന്താണ് പിന്നെ എന്താണ് മൈനസ് ഇന്റഗ്രൽ 0 to pi എന്താണ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ nx dx dx which is equal to 2/π into എന്താണ് x into sin nx ന്റെ ഇന്റഗ്രൽ. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്താണ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് മൈനസ് കോസ് എക്സ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും മൈനസ് കോസ് nx by n. ലിമിറ്റ് 0 to pi മൈനസ് ഇന്റഗ്രൽ 0 to pi. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസ് പുറത്ത് വരും. അതിവിടെ വരും കോസ് nx by n dx which is equal to 2/π into ഇവിടെ എന്ത് ചെയ്യാം മൈനസ് 1/n ഔട്ട്സൈഡ് എടുക്കാം. അപ്പൊ എന്ത് വരും ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക പൈ ഇൻറ്റു എന്താണ് കോസ് nπ മൈനസ് 0 എന്നാണ് വരിക. കാരണം എന്താ 0 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പൊ എന്താണ് 0 ഇൻറ്റു കോസ് n0. ഇവിടെ കൊടുക്കുമ്പോൾ എന്താ വരിക 1/n ഔട്ട്സൈഡ് എന്ത് വരും സൈൻ nx by n. ലിമിറ്റ് എന്താണ് 0 to pi. കാരണം ഇന്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ സൈൻ എക്സ് ആണ്. അപ്പൊ സൈൻ nx by n എന്ന് വരും. ഓക്കെ അതൊക്കെ നമ്മൾ പ്ലസ് ടു പഠിച്ച ബേസിക് ആയ കാര്യങ്ങളാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 2/π into അറിയാത്തവർ ജസ്റ്റ് ഫോർമുല നോക്കിയാൽ ഇന്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആണ്. അപ്പൊ ഇന്റഗ്രൽ കോസ് ax എന്ന് പറഞ്ഞാൽ എന്താണ് സൈൻ എക്സ് ബൈ a ആണ്. അപ്പൊ ഇവിടെ എന്താണ് ഇന്റഗ്രൽ സൈൻ nx എന്ന് പറഞ്ഞാൽ എന്ത് വരും സോറി ഇന്റഗ്രൽ കോസ് nx എന്ന് പറഞ്ഞാൽ സൈൻ nx ബൈ n എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് വരും മൈനസ് 1/n into പൈ into കോസ് nπ. കോസ് nπ എന്ന് പറഞ്ഞാൽ എന്താ അതേപോലെ തന്നെ വെക്കുക കോസ് nπ പ്ലസ് 1/n² into എന്താണ് സൈൻ nπ മൈനസ്
sin 0. Okay, which is equal to 2 by pi into ഇതിന്റെ ആൻസർ എന്താ? sin n pi എന്ന് പറഞ്ഞാൽ 0 ആണ്. sin n pi എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. പിന്നെ ഇതിലാണ് വാല്യൂ ഉണ്ടാവുക. എന്താണ്? cos n pi. cos n pi എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമ്മൾ എടുക്കുകയാണെങ്കിൽ cos n pi എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ 0 വരും, ഇവിടെ pi വരും, ഇവിടെ 2 pi വരും, ഇവിടെ 3 pi വരും, ഇവിടെ 4 pi വരും, അങ്ങനെ മാറി മാറി വരും. ഇവിടെ pi by 2, 3 pi by 2, അതിന്റെ മൾട്ടിപ്പിൾ മാറി മാറി വരും. ഓക്കെ, അപ്പൊ എന്താണ്? കോസിന്റെ വാല്യൂ ഇവിടെ 1 ഇവിടെ എന്താണ്? -1 ആണ്. 1 -1 എന്ന് പറഞ്ഞിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? -1/n. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ മൈനസ് ഫ്രണ്ടിൽ വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? ഒരു n pi എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ എഴുതാം. ഇവിടെ എന്ത് വരും? 2 by pi into എന്താണ്? into minus pi by n into എന്താണ്? ഇത് കംപ്ലീറ്റ് 0 ആണ്. cos n pi എന്ന് പറഞ്ഞാൽ -1/n ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ഇതും ക്യാൻസൽ ചെയ്യും. which is equal to എന്താണ്? -2 by n into -1/n ആണ്. ഓക്കെ, ഇതാണ് എന്ത്? നമ്മളുടെ ഇതാണ് നമ്മളുടെ ആര്? Pn എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു? Bn ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താ? f of x is equal to summation n equal to 1 to infinity bn. bn എന്ന് പറഞ്ഞാൽ -2 by n into -1/n into എന്താണ്? cos nx. സോറി, cos അല്ല, sin nx. sin nx. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വരും? -2 ഔട്ട്സൈഡ് വരും. എന്താണ്? -1/n summation n equal to 1 to infinity -1/n by n into sin nx. ഇവിടെ നമ്മൾ വാല്യൂസ് കൊടുത്താൽ എന്ത് വരും? -2 into ഇവിടെ 1 കൊടുക്കുമ്പോൾ എന്താ വരിക? മൈനസ് ആണ് വരിക, അല്ലെ? 1 കൊടുക്കുമ്പോ ഇവിടെ -1/1 1 ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് sin x. പിന്നെ എന്ത് വരും? പ്ലസ് 2 കൊടുക്കുമ്പോൾ എന്താ വരിക? പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് വരും? 1/2 into sin 2x പ്ലസ് മൈനസ് 3 കൊടുക്കുമ്പോൾ മൈനസ് ആണ്. 1/3 into എന്ത് വരും? sin 3x എക്സെട്ര. ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. സൈൻ സീരീസ് ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഓടാണ്. അപ്പൊ എന്താണ്? സൈനിലുള്ള എക്സ്പാൻഷൻ ആണ് കേട്ടോ. സൈൻ സീരീസ് എക്സ്പാൻഷൻ ആണ്.